നമസ്കാരം. അവയവ മാഫിയ സംഘാംഗത്തിലെ പ്രധാന കണ്ണി കൊച്ചിയിൽ പിടിയിലായെന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത 24 ബ്രേക്ക് ചെയ്ത വാർത്താ ദിനമാണ് ഇന്ന്. ഇറാനിൽ എത്തിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പോലീസ് കൂടുതൽ അന്വേഷണത്തിലാണ്. പ്രതി തൃശൂർ സ്വദേശി സാബിത്താണ് എന്ന വിവരവും ഇന്ന് 24 പുറത്തുവിട്ടു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ചില ജില്ലകളിൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. വിവിധ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവും ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമ്മൾ മഴ വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരും. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസവും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മാലദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷം എത്തി എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഇപ്പോൾ നേരത്തെ പ്രതീക്ഷിച്ചതിലും അല്ലെങ്കിൽ മുൻപ് ഒക്കെ വന്നിരുന്നതിനേക്കാളൊക്കെ 3 ദിവസം മുൻപേ കാലവർഷം എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ എന്നൊക്കെയുള്ളതാണ് നമുക്കിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അത് കേരളത്തിലും ഒരുപക്ഷെ നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ട്. 31-ന് എത്തുമെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് അത് ഇന്നലെ മുതൽ നിലവിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? അനുജ, സാധാരണഗതിയിൽ അതായത് കഴിഞ്ഞ വർഷമൊക്കെ കലണ്ടറിലെ സമയമനുസരിച്ച് മെയ് 22-നാണ് കാലവർഷം ആൻഡമാൻ മേഖലയിൽ എത്തിച്ചേരുന്നത്. പക്ഷേ 3 ദിവസം മുമ്പ് ഇത്തവണ ആൻഡമാൻ മേഖലയിലേക്ക് കാലവർഷം എത്തിച്ചേർന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മാലദ്വീപ് മേഖല, കൊമോറിയൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ കാലവർഷം എത്തിച്ചേർന്നതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 1-ന് കാലവർഷം കേരളത്തിൽ എത്തുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പക്ഷേ ഇത്തവണ പ്രവചനമുള്ളത് മെയ് 31-ന് കാലവർഷം കേരളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ 8 ദിവസം വൈകി ജൂൺ 8-നാണ് കഴിഞ്ഞ സീസണിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ മെയ് 31 തീയതിയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. എന്താണെങ്കിലും കാലവർഷം എത്തുന്നതിന് മുമ്പേ സംസ്ഥാനത്ത് അതിശക്തമായ അതിതീവ്രമായ മഴ ലഭിക്കുന്നു, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അടുത്ത 5 ദിവസം, അതായത് വ്യാഴാഴ്ച വരെയും സംസ്ഥാനത്തെ 14 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അടുത്ത 3 ദിവസം തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് റെഡ് അലേർട്ട്. 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ, അതായത് അതിതീവ്രമായ മഴ ആ ജില്ലകളിൽ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി വരുന്നത്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ആ 3 ദിവസവും ഓറഞ്ച് അലേർട്ടും മറ്റെല്ലാ ജില്ലയിലും യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സമാനമായി കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മേഖലകളിലാണ്. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ മഴ കനക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതലായി മഴ ലഭിച്ചതുപോലും ഈ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലകളിലാണ്. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്ന മഴയാണ്. അത് വൈകുന്നേരവും രാത്രിയും തുടരുന്ന രീതിയിലാണ് ഈ മഴ തുടരുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ തെക്കൻ തമിഴ്നാടിന് മുകളിലെ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയായി ഇത് രൂപപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഈ അറബിക്കടലിലേക്കുള്ള കാലവർഷക്കാറ്റ്, തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതാണ് ഈ മേഖലയിൽ മഴ കനക്കാൻ കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ കാറ്റ് കൂടുതൽ അനുകൂലമാകുന്നതോടെ ഇപ്പോൾ വൈകുന്നേരങ്ങളിലും രാത്രിയിലും ലഭിക്കുന്ന മഴ അത് പകൽ സമയത്ത് കൂടി ആ മഴ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി അവർ പറയുന്നത്. അതുമാത്രമല്ല, ഈ ചക്രവാത ചുഴി ബുധനാഴ്ചയോടെ ഒരു ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ആ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കാലാവസ്ഥാ വിദഗ്ധർ കാണുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ, അതായത് ബുധനാഴ്ച ന്യൂനമർദ്ദം രൂപപ്പെട്ട് ശക്തി പ്രാപിച്ചത് ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം എങ്ങനെയാണ് എന്ന് നോക്കിയായിരിക്കും ഈ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത എങ്ങോട്ടാണ് എന്ന് വിലയിരുത്താൻ സാധിക്കൂ. പക്ഷേ നിലവിൽ കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന പ്രവചനം അനുസരിച്ച്, അല്ലെങ്കിൽ നൽകുന്ന വിവരം അനുസരിച്ച്, സൂചന അനുസരിച്ച് ആന്ധ്ര, ഒഡീഷ മേഖലയിലേക്ക് ഈ ചുഴലിക്കാറ്റ് നീങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നത്. എന്താണെങ്കിലും മഴ ഉണ്ടാകും സംസ്ഥാനത്ത്. മഴയ്ക്ക്, അതായത് ഈ ചുഴലിക്കാറ്റിന്റെയും ന്യൂനമർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ എത്രമാത്രം മഴ ശക്തമാകും, അല്ലെങ്കിൽ
ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അടുത്ത ദിവസങ്ങളായിരിക്കും അറിയുക. എന്നാണെങ്കിലും 5 ദിവസം സംസ്ഥാനത്ത് പരക്കെ വ്യാപകമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിനോട് തയ്യാറെടുപ്പുകൾ നടത്താൻ റവന്യൂ വകുപ്പ് അതുപോലെ ബന്ധപ്പെട്ട വകുപ്പുകളോടൊക്കെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. സർക്കാരിന്റെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കാരണം ഈ തോടുകൾ, അതുപോലെ നീർച്ചാലുകൾ, കൈവഴികൾ, അതുപോലെ അത്തരം കേന്ദ്രങ്ങളിലൊക്കെ മാലിന്യവും മറ്റുമൊക്കെ നീക്കം ചെയ്ത് ആ ഒഴുക്ക് സുഗമമാക്കേണ്ടതുണ്ട്. ആ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അനുജ തീരവുമായി ബന്ധപ്പെട്ട് കൂടി പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് മത്സ്യത്തൊഴിലാളികൾ പാലിക്കേണ്ടതുണ്ട്. കാരണം കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ അത് കർശനമായി പാലിക്കണം. കാരണം കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത തുടരേണ്ടതുണ്ട്. അനുജ, ശരി. അതിതീവ്ര മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് തുടരും എന്നുള്ളതാണ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം റെഡ് അലേർട്ട് ഉണ്ട്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. കാലവർഷം ഇക്കുറി നേരത്തെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിനിടെ സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാസർഗോഡ് കരിന്തളത്ത് പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ടയിൽ ഗവി പാതയിൽ മണ്ണിടിഞ്ഞ് KSRTC ബസ് കുടുങ്ങി. പുറമറ്റം മർത്തോമ പള്ളിയുടെ സെമിത്തേരിയിൽ മതിൽ മഴയിൽ തകർന്ന് വീണു. അട്ടപ്പാടി കള്ളമലയിൽ വൻമരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ നിർത്താതെ പെയ്ത മഴയിൽ തലസ്ഥാനം വെള്ളത്തിലായി. താഴ്ന്ന പ്രദേശങ്ങളും പ്രധാന റോഡുകളും വെള്ളത്തിനടിയിലായതോടെ ജനജീവിതം ദുസ്സഹമായി. AV ജയശങ്കർ തലസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്നതിന്റെ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഒരൊറ്റ മഴയിൽ തലസ്ഥാനം മുങ്ങി എന്നുള്ളതാണ്. അതായത് ഇതിപ്പോൾ കാലവർഷം തുടങ്ങിയിട്ടില്ല, അതിന് മുൻപുണ്ടായിട്ടുള്ള മഴയാണ്. ഇതിൽ കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം ഞാൻ മനസ്സിലാക്കുന്നത് 12 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഇനി വരുന്ന കാലവർഷം ഏത് തരത്തിലേക്കാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരത്തിലൊക്കെയുള്ള മഴയോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ മഴയോ ഒക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മുന്നൊരുക്കമായി കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ കൂടി ഉത്തരമല്ലേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? ഏതൊക്കെ മേഖലകളിൽ നാശനഷ്ടമുണ്ടായി? ചാലയിലൊക്കെ കടകളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശം ഉണ്ടായിട്ടുണ്ട് എന്നതാണല്ലോ റിപ്പോർട്ട്. അനുജ, ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇന്നലെ രാത്രി മുതൽ തലസ്ഥാനത്ത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായത്. ഇന്ന് പകൽ സമയത്ത് മഴ മാറി നിന്നതോടെ നഗരത്തിന്റെ മിക്ക പ്രദേശങ്ങളിലെയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ പ്രധാന ഒരു കാര്യം, ഒരു മഴ പെയ്യുമ്പോഴേക്കും നഗരം വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഇന്ന് മാത്രം ഉണ്ടായൊരു സംഭവമല്ല. കഴിഞ്ഞ മഴക്കാലത്തെല്ലാം തന്നെ സമാനമായ രീതിയിലായിരുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളായ തമ്പാനൂരും കിഴക്കേക്കോട്ട ഉൾപ്പെടെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഒരു മഴയിൽ തന്നെ വെള്ളം കയറുന്നു. ഓടകൾ നിറഞ്ഞൊഴുകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കടകളിലേക്ക് വെള്ളം കയറുന്നു. വ്യാപാരികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ഓടകളുടെ പണി നടക്കുകയാണ് ചാല മാർക്കറ്റിൽ. ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. നഗരത്തിലെ മിക്ക ഓടകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഏകദേശം നിറഞ്ഞു ഒഴുകുന്ന അവസ്ഥയാണ്. വെള്ളം പുറത്തേക്ക് പോകാത്തൊരു സാഹചര്യമുണ്ട്. ഈ നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഇത് പൂർണ്ണമായി പ്രായോഗികമായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ മാത്രം മഴ പെയ്തപ്പോൾ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു. ആളുകളുടെ വണ്ടിയിൽ ഉൾപ്പെടെ വെള്ളം കയറി. പല കാറുകളും നഗരത്തിൽ നിർത്തിയിട്ട തമ്പാനൂരെല്ലാം കാറിലെല്ലാം വെള്ളം കയറുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ നഗരത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. കാരണം 12 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോഴേക്കും നഗരം മുങ്ങാനുള്ള ഒരു കാരണം ഇതാണെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. പക്ഷേ അഴുക്കുചാലിലൂടെ ഉൾപ്പെടെ വെള്ളം കൃത്യമായി പുറത്തേക്ക് പോയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും പല ഇടങ്ങളിലും ഇപ്പോഴും ബ്ലോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാത്തൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റോഡ് പണി പ്രധാന പ്രശ്നമാണ്. പലയിടങ്ങളിലും റോഡുകൾ കുഴിച്ചിട്ടിരിക്കുന്നു. ഓടകൾ ഇതുവരെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതിൻ്റെ എല്ലാം ബലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. അവരാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഇന്ന് എന്തായാലും പകൽ സമയത്ത് തലസ്ഥാനത്ത് മഴ മാറി നിന്നതോടുകൂടി വലിയ തോതിൽ വെള്ളക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചാക്കയിൽ ഈ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചിട്ടുണ്ട്. 83 വയസ്സുള്ള വിക്രമൻ എന്ന് പറയുന്ന ഒരാളാണ് ഇന്ന് രാവിലെയോടുകൂടി മരിച്ചത്. ഒരാൾക്ക് തലസ്ഥാനത്ത് ജീവനും നഷ്ടമായി. എന്തായാലും ഇനി വരാൻ പോകുന്നത് മൺസൂണാണ്. മൺസൂണിന് മുമ്പെങ്കിലും ഈ വെള്ളക്കെട്ട് കുറയ്ക്കാൻ, ഈ വെള്ളം നഗരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നഗരസഭ ഉണ്ടാക്കിയില്ല എങ്കിൽ മൺസൂൺ കാലത്ത് നഗരം
വെള്ളത്തിലായിരിക്കും. ഒരുപക്ഷെ നഗരത്തിലൂടെ ബോട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതെ, അത്തരത്തിലേക്കൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. കോർപ്പറേഷന്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് പനിമരണങ്ങൾ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി ഇന്ന് വന്നിട്ടുണ്ട്. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 90 പേരാണ്. ഡെങ്കിപ്പനി പിടിപെട്ടത് 48 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇവർക്ക് ഈ മാസം ഇതുവരെ എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 5 പേരും മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണങ്ങളിലും വർധനയുണ്ട് എന്നാണ് കണക്ക്. വേനൽമഴ സജീവമായതോടെ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനയാണ്. എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ജീവനെടുക്കുന്നത്. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച 90 പേർ മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 48 പേർ. ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും രോഗം സംശയിക്കപ്പെടുന്നവരുടെയും കണക്കുകളാണിത്. മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കി ബാധിച്ച് 5 പേരും മരിച്ചു. മഞ്ഞപ്പിത്ത മരണങ്ങളിലും വർധനയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ഈ വർഷം മരിച്ചത് 15 പേരാണ്. 3 പേർ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചും മരിച്ചു. പകർച്ചപ്പനിക്കെതിരെ അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. പ്രായമായവരിലും കുട്ടികളിലും രോഗം തീവ്രമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ഇന്ന് 24 ബ്രേക്ക് ചെയ്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. അന്താരാഷ്ട്ര അവയവ മാഫിയ സംഘത്തിലെ കണ്ണി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറാണ് അറസ്റ്റിലായത്. ആളുകളെ ഇറാനിൽ എത്തിച്ച് അവയവം എടുത്ത് വൻ വിലയ്ക്ക് വിൽക്കുന്ന സംഘത്തിലെ പ്രധാന ഏജന്റാണ് ഇയാൾ. ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് വിവരം നൽകിയതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. അവയവക്കടത്ത് നിരോധന നിയമപ്രകാരം പ്രതിക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. FIRന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് സംഘം പാലക്കാട്ടേക്ക് തിരിച്ചു. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇതിപ്പോൾ FIRൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു വലിയ റാക്കറ്റാണ്, അത് രാജ്യാന്തര റാക്കറ്റാണ് എന്ന തരത്തിലേക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇയാളെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടൊരു ആളെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അനുജ, മുൻപ് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം ഈ ഏജൻസികൾക്കൊക്കെ നൽകിയിരുന്നു. അതായത് ഈ വിദേശത്തേക്കൊക്കെ ഈ ആളുകളെ കൊണ്ടുപോയി അവരുടെ അവയവം എടുക്കുന്ന റാക്കറ്റുകളെ കുറിച്ച് നിരീക്ഷണം വേണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമിഗ്രേഷനിൽ ഇത്തരം നിർദ്ദേശങ്ങൾ എത്തുകയും അവർ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായാണ് ഇന്നിപ്പോൾ ഈ നിർണായകമായ അറസ്റ്റ് നടന്നിട്ടുള്ളത്. പ്രതിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത്. അവയവം എടുക്കുന്നതിന് വേണ്ടി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയ ശേഷം തിരികെ എത്തുമ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് ഇമിഗ്രേഷൻ അധികൃതർ ഇയാളെ തടഞ്ഞു വെച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലീസിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. FIRന്റെ പകർപ്പ് ഇപ്പോൾ 24-ന് കിട്ടിയിട്ടുണ്ട്. FIRൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നെടുമ്പാശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അവയവക്കടത്ത് നിരോധന നിയമപ്രകാരം കേസെടുത്തു. തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസർ ആണ് ഇതിലെ പ്രതി. പ്രതി ഇരകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി അവയവ കച്ചവടം നടത്തിയെന്ന് പോലീസ് FIRൽ പറയുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്നും ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയതെന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ ചൂണ്ടിക്കാണിക്കുന്നു. അവയവക്കടത്തിന് ആളെ കൊണ്ടുപോയി തിരികെ വരുമ്പോഴാണ് അറസ്റ്റ്. IPC 370 അവയവക്കടത്ത് തടയൽ നിരോധന നിയമം 19 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആലുവ റൂറൽ SP-യോട് ഇത് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. വൈഭവ് സക്സേന അദ്ദേഹം നമ്മോട് പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രതിയെ വൈകാതെ കോടതിയിൽ ഹാജരാക്കും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പ്രതി മുൻപും ആളുകളെ വിദേശത്തേക്ക് അവയവ മാഫിയയുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇതൊരു ചെറിയ കാര്യമായി കരുതാനാകില്ല. ഒട്ടനവധി ആളുകളെ പറഞ്ഞ് പറ്റിച്ച് ചെറിയ തുക കൊടുത്ത് വിദേശത്ത് കൊണ്ടുപോയി ഇറാനിൽ കൊണ്ടുപോയി അവയവം എടുത്ത ശേഷം അത് വലിയ തുകയ്ക്ക് അവിടെ വീണ്ടും വിൽക്കുക എന്നുള്ളതായിരുന്നു പ്രതിയുടെ രീതി എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകും. നിരവധി പരാതിക്കാരുണ്ടാകും, പറ്റിക്കപ്പെട്ടവരുണ്ടാകും. ആ വിവരങ്ങളെല്ലാം വൈകാതെ തുടർ ദിവസങ്ങളിൽ പുറത്തു വരും. പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ്. ശ്രീകാന്ത്, എത്ര കാലമായി റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത്? ഇതിൽ മറ്റാരൊക്കെ ഉണ്ട്? അതിൽ കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടോ ഈ റാക്കറ്റിന്റെ ഭാഗമായി എന്നതൊക്കെ പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ?
തീർച്ചയായും അത് സംബന്ധിച്ച വിവരം കിട്ടിയിട്ടുണ്ട് അനുജ. കാരണം നമ്മൾ റൂറൽ എസ് പിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചോദ്യം ചെയ്തിട്ടുണ്ട് ഇയാളെ എന്നുള്ളതാണ്. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഇടപാടുകളുടെ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. റൂറൽ എസ് പിയോട് സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ വിവരമാണ് അത്. മാത്രമല്ല നിരവധി പരാതിക്കാർ ഈ കേസിൽ ഇതിനോടകം ഉണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്, ഈ റാക്കറ്റിൽ ആരൊക്കെയാണ് കണ്ണികൾ എന്ന് സംബന്ധിച്ച് ഇനി അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേ അത് തെളിഞ്ഞു വരൂ. എന്തായാലും ഇതൊരു ചെറിയ റാക്കറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നിർധനരായ ആളുകളെ ഇവിടെ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്നും ഇറാനിലേക്കും കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് തുച്ഛമായ പണം മാത്രം നൽകി അവരുടെ അവയവങ്ങൾ എടുക്കുന്നു. ആളുകൾക്ക് അത് കൂടിയ തുകയ്ക്ക് വിൽക്കുന്നു. ഈ ഒരു റാക്കറ്റ് അത് ചെറുതല്ല, ചെറുതാകാനുള്ള ഒരു സാധ്യതയുമില്ല. ഒട്ടനവധി ആളുകൾ ഉണ്ടാകും. അതിലെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള സബിത് നാസർ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിലെ പരാതിക്കാരെ എന്തായാലും നമ്മളും അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും ഒക്കെയായി ഇതിലെ പരാതിക്കാരുടെ വിവരങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അവർക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുമെന്നും കരുതുന്നു. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ശ്രീകാന്ത് ബ്രേക്ക് ചെയ്തത്. അന്താരാഷ്ട്ര അവയവ മാഫിയയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയെ തന്നെയാണ് ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാൾ തൃശൂർ സ്വദേശിയാണ്, സാബിത്ത് എന്നാണ് പേര്. ഒട്ടേറെ പേർ ഇരകളായിട്ടുണ്ട്. ഇറാനിലെത്തിച്ചാണ് ഈ അവയവക്കടത്ത് നടത്തിയിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ പരാതിക്കാരുടെ മൊഴിയെടുക്കാനൊക്കെയായി ഇപ്പോൾ പോലീസ് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ഇരകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളെല്ലാം വരും മണിക്കൂറുകൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. ആലപ്പുഴ കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമം. ഗൂണ്ടാ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി റെയിൽവേ ക്രോസിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. സംഭവത്തിൽ 3 പേർ പോലീസ് പിടിയിലായി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, സംസ്ഥാനത്ത് പലയിടത്തു നിന്നും ഗുണ്ടാ ആക്രമണത്തിന്റെ വിവരങ്ങൾ വരുമ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചത് എന്താണ്? അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, 2 ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ പോലീസും യുവാക്കളുമായി ഉണ്ടായ ഒരു സംഘർഷത്തിന് ഇപ്പോഴുണ്ടായ ഈ തട്ടിക്കൊണ്ടുപോകലിന് ബന്ധമുണ്ട്. ഇന്നലെ ആണ് ഈ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. അതായത് തട്ടിക്കൊണ്ടുപോയത് ഈ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുള്ളത് കായംകുളം കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദ് ആണ്. കായംകുളത്ത് നിന്നും ഓച്ചിറയിലേക്ക് പോകുന്ന റെയിൽവേ പാത, ഈ പാതയിൽ ഒരു റെയിൽവേ ക്രോസിന്റെ അവിടെയാണ് അരുൺ പ്രസാദിനെ ഈ പ്രതികൾ 3 തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ യുവാവിനെ അവിടെ എത്തിച്ചത്. 3 പേരാണ്, അതായത് കൃഷ്ണപുരം സ്വദേശികളായ ഗുണ്ടകൾ കൂടിയായിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതികൾ കൂടിയായിട്ടുള്ള അമൽ ചിന്തു, അഭിമന്യു, അനൂപ് ശങ്കർ, ഇവർ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. 5 ഗുണ്ടകൾ ചേർന്നാണ് ഈ കൃഷ്ണപുരം സ്വദേശിയായിട്ടുള്ള അരുൺ പ്രസാദിനെ തട്ടിക്കൊണ്ടുപോയി വടിവാളടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചത്. പിന്നീട് ഇയാളെ അവിടെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ഇതിന് കാരണമായത്, ഈ വൈരാഗ്യത്തിന് കാരണം 2 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പോലീസ് സംഘർഷവുമായി ഈ തട്ടിക്കൊണ്ടുപോയി ഈ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന് ബന്ധമുണ്ട്. അന്ന് പോലീസും യുവാക്കളുമായി ഈ കൊറ്റംകുളങ്ങരയിൽ വെച്ച്, കായംകുളം കൊറ്റംകുളങ്ങരയിൽ വെച്ച് സംഘർഷം ഉണ്ടായ സമയത്ത് ഒരു ഗുണ്ടാ നേതാവിന്റെ ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഒരാളുടെ മൊബൈൽ ഫോൺ അവിടെ വെച്ച് നഷ്ടപ്പെട്ടിരുന്നു. ഈ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കായംകുളം പോലീസിൽ ഈ യുവാവ്, അതായത് ഇപ്പോൾ നിലവിൽ മർദ്ദനത്തിന് ഇരയായ യുവാവ് അരുൺ പ്രസാദ് ഈ മൊബൈൽ ഫോൺ പോലീസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ ആരാണ് പോലീസിനെ അന്ന് ആക്രമിച്ചത് അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതിന്റെ വൈരാഗ്യമാണ് ഈ അരുൺ പ്രസാദിനെ ഈ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കാൻ കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതികളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് പോലീസിന് ഈ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചത്. കായംകുളത്തെ ഒരുപാട് ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുള്ള ആളുകളാണ് ഈ ഇത്തരത്തിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള 3 പേരെ നിലവിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റു 3 പേരെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് കായംകുളം പോലീസ്. അനുജ, കായംകുളത്താണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3 പേർ പോലീസ് പിടിയിലായി. മറ്റ് 3 പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഇനി സംസ്ഥാനത്ത് ഇന്ന് സംഭവിച്ച അല്ലെങ്കിൽ ഇന്ന് പുറത്തു വന്ന ചികിത്സാ പിഴവിന്റെ വാർത്തകളിലേക്ക്. സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ചികിത്സാ പിഴവ് എന്നതാണ് പരാതി. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ അർദ്ധരാത്രി എത്തിയ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചുവെന്നാണ് ഒരു പരാതി. കുഞ്ഞിന് അനക്കമില്ലാത്തതിനെ തുടർന്നാണ് കഴക്കൂട്ടം സ്വദേശിയായ പവിത്ര എത്തിയത്. എന്നാൽ കുഞ്ഞുറങ്ങുന്നു എന്ന് പറഞ്ഞ് ഡ്യൂട്ടി ഡോക്ടർ മടക്കി അയച്ചു. അടുത്ത ദിവസം നടത്തിയ സ്കാനിങ്ങിൽ 8 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചുവെന്ന് കണ്ടെത്തി. കുഞ്ഞിന് അനക്കമില്ലെന്ന് അറിയിച്ചിട്ടും വേണ്ട പരിശോധന നടത്തിയില്ല എന്ന് ഭർത്താവ് ഡിബു 24-നോട് പറഞ്ഞു. രാത്രി ഒരു 11 മണിക്ക് ശേഷം ഈ എൻ്റെ വൈഫിന്, കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും കാര്യം കുട്ടിക്ക് ഒരു ചലനം കുറവായിട്ട് വരികയും ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിലെത്തിയപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് കുട്ടിയെ ഈ വയറ് പരിശോധിച്ചതിന് ശേഷം
കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി ഉറങ്ങുകയാണ്, നിങ്ങൾ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ, നിങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുള്ളത്, ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതല്ലേ, ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലേ, കുട്ടി ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് കുട്ടി അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ചെയ്തത്. മടക്കി അയച്ച് പിറ്റേ ദിവസം ഈ രണ്ടാമത്തെ സ്കാനിങ് പറഞ്ഞില്ലേ, ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണമെന്ന്, സെയിം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ ടിഫ സ്കാനിങ് സെൻ്ററിൽ എത്തുകയും അവിടുത്തെ പരിശോധനയിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നുപോയതായിട്ട് അവരറിയിക്കുകയും ചെയ്തു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, മറ്റൊരു സ്ഥലത്ത് പോയി സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്തരത്തിലേക്ക് കുഞ്ഞ് മരിച്ചു എന്ന വിവരം അറിയുന്നത്. ഒരുപക്ഷെ അവർ പറയുന്ന കുടുംബാംഗങ്ങൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ തലേ ദിവസം ഇവർ എത്തിയപ്പോൾ തന്നെ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്താണ്? അനുജ, ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കൃത്യമായ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. ഈ പരിശോധിച്ച ഡോക്ടർ അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലൊരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ പ്രസവ ചികിത്സയ്ക്കായി തൈക്കാട് ആശുപത്രിയിൽ കഴക്കൂട്ടം സ്വദേശിയായ പവിത്ര എത്തുന്നത്. രാവിലെ ഡോക്ടറെ കണ്ട് മടങ്ങിയ ശേഷമാണ് രാത്രിയോടുകൂടി കുഞ്ഞിന് അനക്കമില്ലെന്ന് കാണുകയും തുടർന്ന് 12 മണിയോടുകൂടി തൈക്കാട് ആശുപത്രിയിൽ എത്തുകയും ചെയ്തത്. ഈ സമയത്ത് ഇക്കാര്യം അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറോട് ഇവർ പറഞ്ഞു. കുഞ്ഞിന് അനക്കമില്ല എന്നതാണ് ഡോക്ടറോട് പറഞ്ഞ കാര്യം. ഇതിൽ ഡോക്ടർ പറഞ്ഞ മറുപടി കുഞ്ഞ് ഉറങ്ങുകയാണെന്നും നിങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങൂ എന്നുമാണ് ഇവരോട് ഡോക്ടർ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ മാതാവിന് സ്കാനിംഗ് ഉണ്ടായിരുന്നു. ഈ സ്കാനിംഗ് എടുക്കുന്ന സമയത്താണ് ഈ കുട്ടി മരിച്ചു എന്ന കാര്യം അറിയുന്നത്. സ്കാൻ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തുകയും അപ്പോൾ തന്നെ വീണ്ടും തൈക്കാട് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഇക്കാര്യം ആശുപത്രി അധികൃതർക്കും ബോധ്യപ്പെടുന്നത്. പിന്നീട് SAT ആശുപത്രിയിലേക്ക് മാതാവിനെ റഫർ ചെയ്യുകയായിരുന്നു. SAT ആശുപത്രിയിൽ എത്തിയ മാതാവിനെ പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടത്തിയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. നിലവിൽ SAT ആശുപത്രിയിൽ മാതാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ മരണകാരണം സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത വരുന്നതിന് വേണ്ടി കുഞ്ഞിനെ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തുമെന്നതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്ന കാര്യം. ഇത് നടത്തുന്നതിലൂടെ തന്നെ മരണകാരണം എന്തായാലും വ്യക്തമാകും. നിലവിൽ ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ 16-ാം തീയതി അർദ്ധരാത്രി ആശുപത്രിയിൽ എത്തിയപ്പോൾ വേണ്ടത്ര പരിശോധന നടത്തിയില്ല എന്നും ഇവർ പറഞ്ഞ കാര്യം നിസ്സാരവൽക്കരിച്ചു എന്നതുമാണ് കുടുംബം പറയുന്ന ആരോപണവും. അനുജ, അതാണ് തൈക്കാട് സർക്കാർ ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതര ആരോപണം. ഒരു കുഞ്ഞിന്റെ ജീവനാണ് ഇവിടെ നൽകേണ്ടി വന്നത് എന്നതാണ്. പക്ഷേ ഇതിൽ എന്താണ് ആശുപത്രി അധികൃതർക്ക് പറയാനുള്ളത് എന്നത് അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. അതിനിടെ ഇന്നിപ്പോൾ മറ്റൊരു പരാതി കൂടി വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. മെഡിക്കൽ കോളേജിൽ കൈക്ക് പൊട്ടലുണ്ടായപ്പോൾ ഇടതുകാലിന് ഉപയോഗിക്കുന്ന കമ്പി ഇട്ടു എന്നതാണ് പരാതി. കോതിപ്പാലം സ്വദേശി അജിത്തിന്റെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തെറ്റ് മനസ്സിലാക്കിയതോടെ രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചതായി അജിത്തിന്റെ മാതാവ് 24-നോട് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് കൊണ്ടുവന്നപ്പോഴാണ് രാത്രി 11 മണിക്കുണ്ട് ഇവർ വന്നിക്കണം. ഇവർ എക്സ്റേ കൊണ്ടുപോകുക, ക്ലാസ്സിലിട്ട് നോക്കുക, എൻ്റെ അടുത്ത് വരിക, പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് 11 മണിക്ക് ഇവനോട് ഞാൻ നേരിട്ട് പറയുന്നത് പെട്ടെന്ന് എമർജൻസി ആയിട്ടാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാ സാറേ, എനിക്ക് ഇനി കമ്പിൻ്റെ ആവശ്യമില്ലല്ലോ, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാ കമ്പി ലേശം പുറത്തേക്കാണ് തള്ളി നിൽക്കണതെന്ന്. അതെന്താ അങ്ങനെ തള്ളാൻ സാറേ, നിങ്ങൾ നോക്കിയിട്ട് വേണ്ട ചെയ്യണം. ഞാനൊരു കുട്ടിക്ക് നിങ്ങൾ അപകടം വരുത്തിയില്ലെന്ന് ഇപ്പം പറഞ്ഞു. അത് ഈ നോക്കണമെങ്കിൽ എൻ്റെ കാര്യം പറയും, എൻ്റെ കാര്യം പോലെ തന്നെയല്ല ആ കുട്ടീൻ്റെ കാര്യം ചെയ്തത് നിങ്ങളെന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഓല അങ്ങോട്ട് പോയാൽ പിന്നെ ഈ ഡോക്ടർ ബാഗും സാധനം എടുത്ത് പോയി. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ഇവിടെ ചെന്ന് പോലീസുകാരൊക്കെ വന്ന് വാർഡിലൊക്കെ വന്ന് ഓല് പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറയണം ഇപ്പം ഓലിക്ക് സൗകര്യം ഇല്ലയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ദേശത്തിനാണ് ഓല് ചെയ്യാൻ വരാതെ നിൽക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണില്ല സാർ. എൻ്റെ മോനത്തിൽ എത്ര വേദന ഇനി തിന്നണം എന്നുള്ളത് എനിക്കറിയില്ല. ആരുമില്ല, ഈ 8 ദിവസം ഞാനല്ലാതെ വേറെ ഒരാൾ അന്തിക്ക് നിൽക്കാണ്ടായിട്ടില്ല വാർഡിന്. ഒരു വെള്ളം വേറെ എന്താ വാങ്ങാൻ പോകാനോ രക്തം ടെസ്റ്റ് ചെയ്യാനോ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പായണം. എന്നാൽ രോഗിക്ക് കമ്പി മാറിയിട്ടു എന്ന ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ നിഷേധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമെന്നും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു പറഞ്ഞു. ഒടിവ് സംഭവിച്ച കൈയിലിട്ട പ്ലേറ്റ് ഇളകിയതിനെ തുടർന്ന് അത് ഉറപ്പിക്കാനായി താത്കാലികമായി ഇട്ട കമ്പി നീക്കം ചെയ്യാനാണ് വീണ്ടും ശസ്ത്രക്രിയ. അല്ലാതെ കമ്പി മാറിയതല്ല എന്നതാണ് വിശദീകരണം. പ്രത്യേകിച്ച് എററുകളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. സാധാരണ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന ഇതുപോലുള്ള പരിക്കുകൾക്ക്, ഇതുപോലത്തെ ഒരു സർജറികൾക്ക് ഉണ്ടാകുന്ന സാധാരണ പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടോ മറ്റു തരത്തിലുള്ള യാതൊരു അപാകതകളും ഈ സർജറിയിൽ വന്നിട്ടില്ല. അങ്ങനെ കാലിൻ്റെ കമ്പി കയ്യിലിട്ടതോ അങ്ങനെ ഉള്ളതൊന്നുമല്ല.
സാധാരണ പ്രൊസീജിയറാണ്. അതിൻ്റെ നോർമലായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ പ്രാഥമികമായി യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതൊരു അന്വേഷണം നടത്തുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഇത് കാലിലിടേണ്ട കമ്പി കയ്യിലിട്ടു എന്നൊക്കെയുള്ള തരത്തിലേക്ക് അത് അങ്ങനെയല്ല എന്നതാണോ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ആദ്യമിട്ട കമ്പി അത് ഇളകിപ്പോകുമ്പോൾ പകരം മറ്റൊന്ന് അതിനുവേണ്ടിയുള്ള ശസ്ത്രക്രിയ എന്ന തരത്തിലേക്ക് അത് സ്വാഭാവികമായി ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്നതാണ്. ഇതാണോ വിശദീകരണം? അനുജ, കോതിപ്പാലം സ്വദേശിയായിട്ടുള്ള അജിത്തിന് കഴിഞ്ഞ ദിവസമാണ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് ശസ്ത്രക്രിയ കഴിഞ്ഞത്. എന്നാൽ കുടുംബം പറയുന്നു, രാത്രി 10 മണിയോടുകൂടെ ആശുപത്രി അധികൃതർ എത്തുകയും പ്രത്യേകിച്ചും ഈ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ തന്നെ നേരിട്ടെത്തി ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില അപാകതകൾ സംഭവിച്ചിരിക്കുന്നു, ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അടിയന്തരമായ ഒരു ഓപ്പറേഷൻ ഉണ്ടാകും എന്ന കാര്യം അറിയിക്കുകയും അതിന് തയ്യാറെടുക്കണം എന്ന കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ അജിത്തും ഈ അമ്മയുമാണ് കൂടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. മറ്റാരെങ്കിലും വന്ന ശേഷം ആകാം എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് ചില വാക്കേറ്റമുണ്ടായ പശ്ചാത്തലത്തിൽ ഡോക്ടർ തർക്കിച്ച് ഇറങ്ങിപ്പോകുന്ന ഘട്ടമുണ്ടായി എന്നും ഈ ഇട്ട കമ്പിയാകട്ടെ പിന്നീട് ഇതിൽ കാലിന് ഇടേണ്ട വലിയ കമ്പിയാണ് കൈയിനിട്ടത് എന്നുള്ള ആ ഒരു ആരോപണം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. ഈ സംഭവം വലിയ വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിന്റെ വിശദീകരണവുമായി വന്നിരിക്കുന്നത്. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺകുമാറും അതുപോലെ തന്നെ ഓർത്തോപീഡിക്സിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ ജേക്കബ് മാത്യുവുമാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഈ വീട്ടുകാർക്ക് ചില തെറ്റിദ്ധാരണകൾ വന്നതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് ഇതേ വിധത്തിൽ നടത്തുന്ന ഓപ്പറേഷനുകളുടെ എല്ലാം തന്നെ വിശദ വിവരങ്ങൾ പരിശോധിച്ചാൽ കാര്യം ബോധ്യമാവും. ആശുപത്രി അധികൃതർക്ക് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് അവർ ആവർത്തിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോഴും ഈ കുടുംബം വീണ്ടും പറയുന്നു, അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് കഴിഞ്ഞ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് രാത്രി എന്തിനാണ് വീണ്ടും ഈ ഓപ്പറേഷൻ അടിയന്തരമായ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഈ കുടുംബത്തോട് ആവശ്യപ്പെട്ടത് എന്ന കാര്യമാണ് ഈ അജിത്തിന്റെ അമ്മയും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളും ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ള ഈ വിശദീകരണത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ആശുപത്രി അധികൃതരുടെ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്ന കാര്യം കുടുംബം വിശദീകരിക്കുന്നുമുണ്ട്. അനുജ, ശരി, അതാണിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരിക്കൽ കൂടി ഇത്തരത്തിലേക്ക് ചികിത്സാ പിഴവിന്റെ ആരോപണം വരുന്നത് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ രോഗിയും രോഗിയുടെ ബന്ധുക്കളും ഉന്നയിക്കുന്ന ആരോപണം ഒന്ന്, എന്നാൽ ആശുപത്രി അധികൃതരുടെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ വിശദീകരണം മറ്റൊന്നാണ്. അതിൽ ഒരു പരിശോധന നടന്ന് അതിന്റെ വ്യക്തത വരുത്തട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. തിരുവനന്തപുരം മംഗലപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ 3 ടാങ്കറുകളിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടി തുടങ്ങി. സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചു. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്, അതിപ്പോൾ ഇവിടെ വരെ എത്തി. അനുജ, വളരെ ശ്രമകരമായ ഒരു ദൗത്യം. അത് കേരള ഫയർഫോഴ്സിന്റെയും കേരള പോലീസിന്റെയും KSEBിയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അതിന്റെ ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ 2 ടാങ്കറുകളിലേക്ക് ഈ ഗ്യാസ് മാറ്റിയിട്ടുണ്ട്, ഈ പാചകവാതകം മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ടാങ്കറിലേക്ക് കൂടി മാറ്റണം. അതിനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനടുത്തേക്ക് വരാൻ കഴിഞ്ഞത്. അതുവരെ ഇവിടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ക്രെയിൻ വന്നതിന് ശേഷം ഇപ്പോൾ ഈ നിലയിൽ തന്നെ ഇപ്പോൾ ഈ ടാങ്കർ കിടക്കുന്ന അതേ നിലയിൽ തന്നെ 2 ടാങ്കറുകളിലേക്ക് പാചകവാതകം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇനിയുള്ള പരിപാടി അടുത്തത് അത് ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം നിവർത്തിയതിനു ശേഷം മാത്രമേ നടക്കൂ. അതിനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ എടുക്കുന്നത്. 1 മണിക്കൂർ അതിനുള്ളൊരു സാവകാശം നൽകിയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്, താൽക്കാലികമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വീണ്ടും നേരത്തേതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തി ക്രെയിൻ എത്തിയതിനു ശേഷം ഇത് ഉയർത്തിയതിനു ശേഷം 3ാമത്തേതും നടത്തും. അത് വലിയ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു പ്രക്രിയയാണ്. അതിനുള്ള ടാങ്കറുകൾ ഉൾപ്പെടെ ഇവിടെ എല്ലാം സജ്ജമായി തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി ഇവിടെ ഈ പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലെ വൈദ്യുതി ഓഫ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ ഒരു വീടുകളിലും ഒരു ചെറിയ തീപ്പെട്ടി പോലും കത്തിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ സസൂക്ഷ്മം വലിയ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു വലിയ ദൗത്യം ഇവിടെ പുരോഗമിക്കുകയാണ്. രാത്രി 8 മണിയോടുകൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഷിഫ്റ്റിംഗ് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടുത്തെ ഈ നിലവിൽ ഇപ്പോൾ ഇൻവെർട്ടർ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ആ നിർദ്ദേശമാണ് ഇവിടുത്തെ വീട്ടുകാർക്കും ഹോട്ടലുകളിലും ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ ജനജീവിതം സാധാരണ നിലയിലാവും. അതിനൊപ്പം ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പൂർണ്ണമായും സഹകരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളിതൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഗ്യാസ് ടാങ്കർ
അറിഞ്ഞതിന് ശേഷം അതിന്റെ ഗ്യാസിന്റെ ഷിഫ്റ്റിംഗ് മമ്മൂട്ടിയുടെ ഫയർമാൻ എന്ന സിനിമയിലൊക്കെയാണ് നമ്മൾ അത് കണ്ടത്. അതേ ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളായി 3 മണിക്കും 2:30ക്കും 3 മണിക്കും ഇടയ്ക്കാണ് ഇതിന്റെ പ്രക്രിയ ആരംഭിച്ചത്. അത് 2 ടാങ്കറുകളിൽ വളരെ വേഗത്തിൽ തന്നെ, അപ്പോൾ ആ സമയത്തുള്ള കൂടിയ പ്രഷറിൽ നിന്ന സമയത്ത് 2 ടാങ്കറുകളിലേക്ക് വിജയകരമായി തന്നെ അത് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു ചാരിതാർത്ഥ്യം ഇവർക്കുണ്ട്. അതിനുശേഷമാണ് ആ മെഷീൻ ഉൾപ്പെടെ ചൂട് കുറയാനായി ഓഫ് ചെയ്തിടുകയും അടുത്ത ക്രെയിൻ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു സാവകാശമാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ക്രെയിൻ ഇവിടേക്ക് എത്തും. ക്രെയിൻ എത്തിയതിനു ശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ക്രെയിൻ ഈ ചെറിയ ഇടുങ്ങിയ ഒരു വഴിയാണ്, അവിടേക്ക് ക്രെയിൻ എത്തുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ പരിശോധന നടത്തിയിരുന്നത്. അവിടെ അളവ് ഉൾപ്പെടെ ശേഖരിച്ച് ക്രെയിൻ ഇവിടെ എത്തും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ക്രെയിൻ ഇവിടേക്ക് എത്തും. അതിനുശേഷം അതിന്റെ 3ാം ഘട്ടം, ഏറ്റവും ഒടുവിലേക്ക് 3ാം ഘട്ടത്തിലേക്ക് കടക്കും. അതിനുശേഷം ഉയർത്തിയതിനു ശേഷം 4ാം ഘട്ടം, അതായത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം, അവസാനത്തെ ടാങ്കറിലേക്ക് ഈ പാചകവാതകം മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ദൗത്യം. കാരണം ആദ്യ 2 ഘട്ടം ഇതേ നിലയിൽ തന്നെ, ഇങ്ങനെ കിടക്കുന്ന അതേ നിലയിൽ തന്നെ ടാങ്കറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ 3ാം ഘട്ടമാകുമ്പോൾ അത് നേരെ നിവർത്തിയതിനു ശേഷം മറ്റെന്തെങ്കിലും ലീക്കേജ് ആ സമയത്ത് ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള വലിയ ആശങ്കകൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ ഈ പ്രക്രിയ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും ഈ റോഡിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഈ വാഹനം വരുന്നത്. വാഹനം വന്നതിന് ശേഷം കനത്ത മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെയും ഉണ്ടായിരുന്നു. ആ റോഡിൽ നിന്നും വഴി തെറ്റിയാണ് ഈ ടാങ്കർ ഡ്രൈവർ ഈ റോഡിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു. അവിടെ നിന്ന് ഈ പ്രദേശത്ത് എത്തിയപ്പോൾ ടാങ്കർ മറിയുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷവും പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. വാതക ചോർച്ച ഇല്ലാത്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചില്ല എന്നാണ് അതിന്റെ ഡ്രൈവർ പറയുന്നത്. നമുക്ക് ആ ഡ്രൈവറെയും ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ വാഹനത്തിന്റെ ഡ്രൈവറാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം അതിനുശേഷം പിന്നീട് ഈ തൊട്ടടുത്ത് തന്നെയാണ് മംഗലപുരം പോലീസ് സ്റ്റേഷൻ. മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് 7:30യോടുകൂടിയാണ് പോലീസ് എത്തുന്നത്. പോലീസ് എത്തിയതിനു ശേഷം പിന്നീട് ഈ വാതക ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം ആ സമയം മുതൽ ഏറെക്കുറെ 2 മണി വരെ ഫയർഫോഴ്സും പോലീസുമായുള്ള ഒരു സംയുക്ത പരിശ്രമം, ഇവിടുത്തെ മറ്റു നാട്ടുകാരുടെയൊക്കെ പരിശ്രമത്തിലൂടെ ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തി ഈ ഗ്യാസ് ഷിഫ്റ്റിംഗിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച നടപടിക്രമങ്ങളൊക്കെയും വിജയമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഷിഫ്റ്റിംഗ് ആരംഭിച്ചത്. ശരി, തിരുവനന്തപുരം മംഗലപുരത്ത് നിന്നുള്ള കാഴ്ചകൾ, തത്സമയ വിവരങ്ങൾ, അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഗ്യാസ് ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. ഇപ്പോൾ 3 ടാങ്കറുകളിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടി കഴിഞ്ഞ ഏതാനും മണിക്കൂറായി അത് തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൃത്യമാണ് ഇപ്പോൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന. ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക തന്നെ വേണം. 8 മണിയോടെ ഈ പ്രക്രിയ പൂർത്തിയാകും എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അത് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഭാഗത്താണ് ഗതാഗത നിരോധനമുള്ളത്. 8 മണിയോടെ ഇത് പൂർണ്ണമായി അവസാനിക്കും എന്നുള്ള തരത്തിലേക്കാണ് അധികൃതരുടെ ശുഭപ്രതീക്ഷ. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത, ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെ CCTV DVR പോലീസ് പിടിച്ചെടുത്തു. സംഭവ ദിവസത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് നടപടി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ ഇതിലൂടെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അനുജ, അങ്ങനെ തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. കാരണം ഈ സംഭവ സമയത്ത് ആ ദിവസം എന്താണ് നടന്നത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CCTV DVR പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ സ്വാതി മലിവാൾ പരാതി നൽകിയതിന്റെ പിറ്റേ ദിവസം തന്നെ പോലീസ് വിഭവ് കുമാറിന്റെ വീട്ടിലെത്തുകയും അതോടൊപ്പം തന്നെ ഈ CCTV ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ അതിനോട് തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പോലീസ് വീട്ടിലെത്തിക്കൊണ്ട് CCTV DVR പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട അന്നത്തെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ സ്വാതി മലിവാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ പിന്നീട് ആം ആദ്മി പാർട്ടിയും ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിലടക്കം ആം ആദ്മി പാർട്ടി വലിയ പ്രതിരോധം സ്വാതി മലിവാളിനെതിരെ തീർത്തു. കാരണം സ്വാതി മലിവാളിന്റെ വാദങ്ങൾ കള്ളമാണെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതിരോധം. പക്ഷേ സ്വാതി മലിവാൾ നേരത്തെ വ്യക്തമാക്കിയത് പൂർണ്ണമായി CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടാലേ ഇതിന്റെ വ്യക്തത വരികയുള്ളൂ എന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ആ അന്വേഷണം ആ രീതിയിലും ഇപ്പോൾ പോലീസ് തുടരുകയാണ്. അതേസമയം തന്നെ വിഭവ് കുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികൾക്ക് ഡൽഹി പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും ഫോണിലെ രേഖകൾ, പ്രത്യേകിച്ചും ഇവരുടെ ചാറ്റുകളടക്കം വിഭവ് കുമാറിന്റെ ചാറ്റുകൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് വീണ്ടെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നു പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇതിനിപ്പോൾ ഇന്ന് വലിയ പ്രതിഷേധം ഡൽഹിയിൽ നമ്മൾ കണ്ടതാണല്ലോ. അത് BJP ആസ്ഥാനത്തേക്കായിരുന്നു അവരുടെ പ്രതിഷേധം. തങ്ങളുടെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നത്, പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു.
നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. ആ തരത്തിലേക്ക് പ്രതിഷേധം എങ്ങനെയായിരുന്നു? ആം ആദ്മി പാർട്ടി നേതാക്കളെ വേട്ടയാടുന്നതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് സിംഗ്, അതോടൊപ്പം തന്നെ മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് BJP ആസ്ഥാനത്തേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത്. മാർച്ച് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ പോലീസും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഡൽഹിയിലെ ITO മേഖലയിൽ 144 പ്രഖ്യാപിച്ചാണ് പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞത്. അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ പ്രവർത്തനം അഭിസംബോധന ചെയ്ത ശേഷം പിന്നീട് മാർച്ചുമായി BJP ആസ്ഥാനത്തേക്ക് നീങ്ങി. പക്ഷേ പോലീസ് അവിടെ വെച്ച് തടയുകയായിരുന്നു. ഏറെ നേരം പോലീസ് തടഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ നിലയുറപ്പിച്ചു. അതിനുശേഷം പ്രവർത്തകരടക്കം അവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം നടത്തി. ഏതാണ്ട് അരമണിക്കൂറോളം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തകരും ഈ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ വലിയ പ്രതിഷേധമായി തന്നെ നിലയുറപ്പിച്ചു. അതിനുശേഷമാണ് ഈ പ്രതിഷേധത്തിന് പിന്മാറിയത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വേട്ടയാടലിൽ പ്രതിഷേധവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രചരണവും ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സഞ്ജയ് സിംഗ്, അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ കൂടാതെ മറ്റ് പല നേതാക്കൾ, മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആം ആദ്മി പാർട്ടി തകർക്കാനായി ഓപ്പറേഷൻ ചൂൽ എന്ന ഒരു ശ്രമം BJPയുടെ ഭാഗത്തും നടക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ നിലയിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. എന്തായാലും ഈ പ്രതിഷേധത്തിനെതിരെ ഇപ്പോൾ BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ മൗനം വെടിഞ്ഞുകൊണ്ട് ഈ കൃത്യമായ നടപടി വിഭവ് കുമാർ സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം, ഒപ്പം തന്നെ ഇപ്പോൾ സ്വാതി മലിവാളിന്റെ പരാതിയിൽ എന്ത് നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്, അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. അപകടത്തിൽപ്പെട്ട ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാർ കൊച്ചിയിലെത്തി. എഞ്ചിനിൽ തീ കണ്ടതോടെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. യാത്രക്കാരിൽ പലർക്കും പരുക്കുണ്ട്. എയർ ഇന്ത്യ അധികൃതർ ആവശ്യമായ സൗകര്യം അനുവദിച്ചില്ലെന്നും ബുദ്ധിമുട്ടിച്ചുവെന്നും യാത്രക്കാർ പറഞ്ഞു. ആരുമില്ല, ഞങ്ങൾക്ക് ആർക്കും റൂം ഒന്നും അറേഞ്ച് ചെയ്തില്ല. ഞങ്ങൾ അവിടെ ചെയറിലിരിക്കുമായിരുന്നു. A lot of people got injured and everything. So our handbags were returned to us, that too after a lot of quarrels and commotion. But for the check-in baggage, I'm still disappointed. I'm expecting it at my address. If not, then I don't know what to do. ഒരു പ്രോപ്പറായിട്ട് അവർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ സാധനങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ആണെങ്കിലും ഇറ്റ് വാസ് ഓൾവേസ് അവർ ടൈം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ബോർഡ്. വിസ്താര ഫ്ലൈറ്റിൽ അവർ ബാക്കി 15-16 പേര് ഇപ്പോൾ ഓടിയുന്നുണ്ട്. സർവീസ് ആ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അവർ ചെയ്തായിരുന്നു. അത് ക്യാബിൻ ക്രൂ ആണെങ്കിലും ക്യാപ്റ്റനാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് അവർ ഇത് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു സർവീസായിരുന്നു കുറച്ച് മോശം ഉണ്ടായിരുന്നത്. ടൈം വളരെ ഡിലേ വന്നു നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എല്ലാം ചേട്ടനെ കണ്ടുപോയില്ല, ഭയങ്കര ഉണ്ടായിരുന്നു. എനിക്ക് ദേഷ്യം കൂടി 400-450 ഷുഗറുണ്ട് എനിക്കിപ്പോൾ. പേടിച്ചു പോയി, പിന്നെ ഭയങ്കര ഇട്ടായിരുന്നു. കൊച്ചുങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടി. ഇവാക്വേഷനും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഓൺ ദ സ്പോട്ടിൽ ഇവാക്വേഷൻ ചെയ്തു. ജസ്റ്റ് ഞങ്ങൾ അത്ഭുതമായിട്ട് രക്ഷപ്പെടാണ്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന, ആരും പ്രതീക്ഷിച്ചില്ല. ഈ എയർ ഇന്ത്യയുടെ ആരും തന്നെ ഒരു റെസ്പോൺസിബിളായിട്ട് ഓഫീസേഴ്സ് ആരും തന്നെ വന്നിട്ട് ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാനോ ഒന്നിനുമില്ല. ഇപ്പോൾ രാവിലെ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയ സമയത്ത് തന്ന ഒരു വെള്ളവും ജ്യൂസുമാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ കയറുന്ന വരെ 10:30 വരെ ഒരു വെള്ളവും ഒന്നും തന്നിട്ടില്ല. അത്രയും ഇറസ്പോൺസിബിൾ ആയിരുന്നു അവർ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഫസ്റ്റ് ലൈറ്റൊക്കെ ഓഫായി തീ വന്നപ്പോൾ. അപ്പോൾ ശരിക്കും ഭയങ്കര പേടിച്ച് വാപ്പാടെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു അത്ര നേരം. പിന്നെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ പോയപ്പം ഒറ്റക്കായിപ്പോയി. എല്ലാവരുടെയും കൂടെ ഇടയിൽ ഓടിയപ്പോൾ ഞാൻ ഒറ്റക്കായിപ്പോയി. പിന്നെ ഇവരൊക്കെ വേറെ. അങ്ങനെ എമർജൻസി എക്സിറ്റിലൂടെ പോയിട്ട് പിന്നെ അവിടെ വെച്ചിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. അപ്പോഴൊന്ന് സമാധാനമായി. അതുവരെ ആകെ ടെൻഷനായി, പേടിച്ച്. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടരുമ്പോൾ പക്ഷേ ഇന്നുണ്ടായത് അതിനേക്കാളൊക്കെ കൂടുതൽ ഗുരുതരമായ കാര്യം, അതും എഞ്ചിനിൽ തീ പടരുന്നു, പിന്നീട് അത് യാത്രക്കാർക്ക് പരുക്കേൽക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നു. എന്നാൽ വലിയ ദുരന്തം ഒഴിവായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരവുമാണ്. അതിലെന്താണ് എയർ ഇന്ത്യയുടെ വിശദീകരണമുണ്ടോ? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടം അത് ഒഴിവായതിൽ ഒരു ആശ്വാസമെന്ന് തന്നെ പറയാം. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം പറന്നുയരുന്നതിനിടെ എഞ്ചിനിൽ തീ കണ്ടത്. തുടർന്ന് പെട്ടെന്ന് തന്നെ വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. 179 യാത്രക്കാരും 6 ജീവനക്കാരും ഈ വിമാനത്തിലുണ്ടായിരുന്നു. തുടർന്ന് ഇവരെ എല്ലാവരെയും ബാംഗ്ലൂരിലുള്ള വിമാനത്താവളത്തിൽ തന്നെ അവരെ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. കാരണം മറ്റ് യാത്രാ സൗകര്യം ഇവർക്ക് അറേഞ്ച് ചെയ്ത് നൽകാമെന്നൊക്കെ അധികൃതർ
ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇവർ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊച്ചിയിലേക്ക്, എറണാകുളത്തെ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഇതിൽ വലിയ രീതിയിലേക്കുള്ള ചില പ്രതിഷേധം ഉൾപ്പെടെയാണ് യാത്രക്കാർ മുന്നോട്ട് വെച്ചത്. കാരണം ഇന്നലെ 11 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിലെ യാത്രക്കാരാണ്. അവർ ഇന്ന് ഉച്ചയോടുകൂടിയാണ് എത്തുന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സൗകര്യം നൽകാനോ അല്ലെങ്കിൽ വീണ്ടും ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും നൽകാനോ ഒന്നും തന്നെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് പല യാത്രക്കാരും നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ 179 യാത്രക്കാർ, അവരിൽ കുടുംബമായി സഞ്ചരിക്കുന്ന ആളുകളുണ്ട്, ഒന്നിച്ചൊക്കെ വന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഈ ഷെഡ്യൂൾ നൽകിയപ്പോൾ പലർക്കും പല രീതിയിലാണ് ഷെഡ്യൂൾ നൽകിയിരിക്കുന്നത്. ഒരു ഫാമിലിയിലെ 4 പേർക്ക് ഒന്നിച്ചു പോകാൻ സൗകര്യമൊരുക്കുമ്പോൾ ബാക്കി 2 പേർക്ക് മറ്റൊരു വിമാനത്തിൽ പിന്നീട് പോകാമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്നാണ് ഈ ഘട്ടത്തിൽ യാത്രക്കാരൊക്കെ പറയുന്നത്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അതേസമയം എല്ലാ യാത്രക്കാരെയും കൃത്യമായി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവർക്ക് കൃത്യമായി എമർജൻസി എക്സിറ്റിലൂടെയൊക്കെ അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിനും ഒക്കെ അധികൃതർക്ക് കഴിഞ്ഞു എന്നവർ പറയുമ്പോഴും പിന്നീട് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ടേക്ക് കെയർ നൽകാൻ അത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് യാത്രക്കാർ പറയുന്നത്. ഇക്കാര്യത്തിൽ എയർ ഇന്ത്യയുടെ വിശദീകരണമൊന്നും ഇനിയും വന്നിട്ടില്ല. അനുജ, അതാണ് ബംഗളൂരു കൊച്ചി വിമാനത്തിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ കൃത്യവിലോപം എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നു, എഞ്ചിനിൽ തീപിടിക്കുന്നു. എന്നാൽ വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതിൽ ആശ്വാസമുണ്ട്. പക്ഷെ പിന്നീട് എയർ ഇന്ത്യ ചെയ്യേണ്ടത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ യാത്രക്കാരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് വൻ ആൾത്തിരക്ക്. ഫൂൽപൂരിൽ സുരക്ഷാ ബാരിക്കേഡുകളും ഉച്ചഭാഷിണികളും തകർന്നതോടെ രാഹുലും അഖിലേഷും പ്രസംഗിക്കാതെ മടങ്ങി. പ്രയാഗ്രാജിലെ റാലിയിലും അണികളുടെ നീണ്ട നിരയുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇത് അപ്രതീക്ഷിതമായാണോ ഇത്രയധികം തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത്? ഇവർക്ക് പ്രസംഗിക്കാതെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യം എന്തായിരുന്നു? അനുജ, ആൾത്തിരക്കിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്കും ഒപ്പം തന്നെ അഖിലേഷ് യാദവിനും പരിപാടിയിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കാൻ പോലും കഴിയാതെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായത്. ഫൂൽപൂരിൽ ഇന്ന് പ്രഖ്യാപിച്ച സംയുക്ത റാലിയിലാണ് ഇത്തരത്തിൽ വലിയ ആൾത്തിരക്കിനെ തുടർന്ന് ഇരുവർക്കും പ്രഭാഷണം നടത്താനാകാതെ മടങ്ങേണ്ടി വന്നത്. ഈ ഫൂൽപൂരിൽ ഈ റാലി നിശ്ചയിച്ചിരുന്ന മൈതാനത്ത് 2 ലക്ഷത്തോളം പേർക്കാണ് നിൽക്കാൻ ഇടമുണ്ടായിരുന്നത്. എന്നാൽ 3 ലക്ഷത്തിലേറെ പേർ ഈ റാലിയിൽ പങ്കെടുക്കാൻ എത്തുകയും തുടർന്ന് ഈ സ്റ്റേജിൽ നിന്നും സുരക്ഷിതമായ ഒരു അകലം ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനുമുള്ള ഇടങ്ങളിലേക്ക് വെക്കാറുണ്ട്. അതുപോലും മറികടന്നുകൊണ്ട് ഈ ബാരിക്കേഡുകൾ തകർത്ത ആളുകൾ മുന്നോട്ട് ഓടി വരികയായിരുന്നു. രാഹുലും അഖിലേഷും സ്റ്റേജിലേക്ക് എത്തിയതോടുകൂടി മൈക്കും ബോക്സും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടക്കം തകർന്നതോടെ 15 മിനിറ്റോളം വേദിയിൽ ചെലവഴിച്ച ശേഷം ഇരുവരും മടങ്ങുകയായിരുന്നു. അനുജ, ഉത്തർപ്രദേശിലാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന റാലിയിൽ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെട്ടത്. അപ്രതീക്ഷിതമായി ഉണ്ടായതാണ്. അതിനെ തുടർന്ന് സംസാരിക്കാൻ കഴിയാതെ ഇരുവരും വേദി വിട്ടു. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.